രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 4-ാം അധ്യായം. അങ്ങനെ ശലോമോൻ രാജാവ് എല്ലാ ഇസ്രായേലിലും രാജാവായി. അവനുണ്ടായിരുന്ന പ്രഭുക്കന്മാർ ആരെന്നാൽ, സാദോക്കിന്റെ മകൻ അസര്യാവ് പുരോഹിതൻ, ശീശയുടെ പുത്രന്മാരായ എലീഹോരഫും അഹിയാവും രായസക്കാർ, അഹിയൂദിന്റെ മകൻ യഹോയാഫാത്ത് മന്ത്രി, യഹോയാദയുടെ മകൻ ബെനായാവ് സേനാധിപതി, സാദോക്കും അബ്യാഥാരും പുരോഹിതന്മാർ, നാഥാന്റെ മകനായ അസര്യാവ് കാര്യക്കാരന്മാരുടെ മേധാവി, നാഥാന്റെ മകനായ സാബൂദ് പുരോഹിതനും രാജാവിന്റെ സ്നേഹിതനുമായിരുന്നു. അഹീഷാർ രാജഗൃഹ വിചാരകന്മാർ, അബ്ദയുടെ മകൻ അദോനിരാം ഊഴിയ വേലക്കാരുടെ മേധാവി. രാജാവിനും രാജഗൃഹത്തിനും ഭോജന പദാർത്ഥങ്ങൾ എത്തിച്ചു കൊടുപ്പാൻ ശലോമോന് ഇസ്രായേലിലൊക്കെയും 12 കാര്യക്കാരന്മാർ ഉണ്ടായിരുന്നു. അവരിൽ ഓരോരുത്തൻ ആണ്ടിൽ ഓരോ മാസത്തേക്ക് ഭോജന പദാർത്ഥങ്ങൾ എത്തിച്ചു കൊടുക്കും. അവരുടെ പേരാവിത്: എഫ്രൈം മലനാട്ടിൽ ബെൻഹൂർ, മാക്കസ്, ഷാൽബീം, ബേത് ഷെമേഷ്, ഏലോൻ ബേത് ഹാനാൻ എന്നീ സ്ഥലങ്ങളിൽ ബെൻ ഡേക്കർ, അരുബോത്തിൽ ബെൻ ഹേസർ, സോക്കോവും ഹെസർ ദേശവും മുഴുവനും അവന്റെ ഇടവക, നാഫത്ത് ദോറിൽ ബെൻ അബീനാദാവ്. അവന് ശലോമോന്റെ മകളായ താഫത്ത് ഭാര്യയായിരുന്നു. അഹീരൂദിന്റെ മകനായ ബാനയുടെ ഇടവക താനാക്കും മെഗിദ്ദോവും സരധാനയിരിക്കെ ഇസ്രയേലിന് താഴെ ബേത് ഷിയാൻ മുതൽ ആബേൽ മെഹോല വരെയും യോഗ്മെയായിമിന്റെ അപ്പുറം വരെയുള്ള ബേത് ഷിയാൻ മുഴുവനുമായിരുന്നു. ഗിലെയാദിലെ രാമോത്തിൽ ബെൻ ഷേബർ, അവന്റെ ഇടവക മനശ്ശയുടെ മകനായ യായീരിന് ഗിലെയാദിലുള്ള പട്ടണങ്ങളും മതിലുകളും ചെമ്പോടാമ്പലുള്ള 60 വലിയ പട്ടണങ്ങൾ ഉൾപ്പെടെ ബാഷാനിലെ അർഗോബ് ദേശവുമായിരുന്നു. മഹനീമിൽ ഇദ്ദോവിന്റെ മകൻ അഹീനാദാബ്, നഫ്താലിൽ അഹീമാസ്, അവൻ ശലോമോന്റെ മകളായ ബാഷെമത്തിനെ ഭാര്യയായി പരിഗ്രഹിച്ചു. ആശേരിലും ബെയാലോത്തിലും ഹൂഷയിയുടെ മകൻ ബാന, ഇസാഖാരിൽ പാരൂഹിന്റെ മകനായ യഹോഷാഫാത്ത്, ബെന്യാമീനിൽ ഏലയുടെ മകനായ ഷിമി, അമോരി രാജാവായ സീഹോന്റെയും ബാഷേൻ രാജാവായ ഓഗിന്റെയും രാജ്യമായിരുന്ന ഗിലെയാദ് ദേശത്ത് ഹൂരിന്റെ മകൻ ഗേബർ. ആ ദേശത്ത് ഒരു കാര്യക്കാരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. യഹൂദയും ഇസ്രയേലും കടൽക്കരയിലെ മണൽ പോലെ അസംഖ്യമായിരുന്നു. അവർ തിന്നുകയും കുടിക്കുകയും സന്തോഷിക്കുകയും ചെയ്തു പോന്നു. നദി മുതൽ ഫെലിസ്ത്യ ദേശം വരെയും മിസ്രയീമിന്റെ അതിർ വരെയുള്ള സകല രാജ്യങ്ങളെയും ശലോമോൻ വാണു. അവർ കപ്പം കൊണ്ടുവന്ന് ശലോമോനെ അവന്റെ ജീവപര്യന്തം സേവിച്ചു. ശലോമോൻ നിത്യച്ചെലവ് ദിവസം 1-ന് 30 പറ നേരിയ മാവും 60 പറ സാധാരണ മാവും, മാൻ, ഇളമാൻ, മ്ലാവ്, പുഷ്ടി വരുത്തിയ പക്ഷികൾ എന്നിവ കൂടാതെ തടിപ്പിച്ച 10 കാളയും മേച്ചൽപ്പുറത്തെ 20 കാളയും 100 ആടും ആയിരുന്നു. നദിക്ക് ഇക്കരെ തിഫ്സഹ് മുതൽ ഗസ വരെയുള്ള സകല ദേശത്തെയും നദിക്ക് ഇക്കരെയുള്ള സകല രാജാക്കന്മാരെയും അവൻ വാണു. ചുറ്റുമുള്ള ദിക്കിലൊക്കെയും അവന് സമാധാനമുണ്ടായിരുന്നു. ശലോമോൻ കാലത്തൊക്കെയും യഹൂദയും ഇസ്രയേലും ദാൻ മുതൽ ബേർഷേബ വരെയും ഓരോരുത്തൻ താന്താന്റെ മുന്തിരിവള്ളിയുടെ കീഴിലും അത്തിവൃക്ഷത്തിന്റെ കീഴിലും നിർഭയം വസിച്ചു. ശലോമോന് തന്റെ രഥങ്ങൾക്ക് 40,000 കുതിരാലവും 12,000 കുതിരച്ചേവകരും ഉണ്ടായിരുന്നു. കാര്യക്കാരന്മാർ ഓരോരുത്തൻ ഓരോ മാസത്തേക്ക് ശലോമോൻ രാജാവിന്റെ പന്തിഭോജനത്തിന് കൂടുന്ന എല്ലാവർക്കും വേണ്ടുന്ന ഭോജന പദാർത്ഥങ്ങൾ കുറവ് കൂടാതെ എത്തിച്ചു കൊടുക്കും. അവർ കുതിരകൾക്കും തുരകങ്ങൾക്കും വേണ്ടുന്ന യവവും വൈക്കോലും താന്താന്ന മുറപ്രകാരം അവനിരിക്കുന്ന സ്ഥലങ്ങളിൽ എത്തിച്ചു കൊടുക്കും. ദൈവം ശലോമോന് ഏറ്റവും വളരെ ജ്ഞാനവും ബുദ്ധിയും കടൽക്കരയിലെ മണൽ പോലെ ഹൃദയവിശാലതയും കൊടുത്തു. സകല പൂർവ്വ ദിഗ്വാസികളുടെയും ജ്ഞാനത്തെക്കാളും മിസ്രയീമ്യരുടെ സകല ജ്ഞാനത്തെക്കാളും ശലോമോന്റെ ജ്ഞാനം ശ്രേഷ്ഠമായിരുന്നു. സകല മനുഷ്യരെയും എഫ്രാന്ത്യനായ ഏദാൻ, മാഹൂലിന്റെ പുത്രന്മാരായ ഹേമാൻ, കൽക്കോൽ, ദർഗ എന്നിവരെക്കാളും അവൻ ജ്ഞാനിയായിരുന്നു. അവന്റെ കീർത്തി ചുറ്റുമുള്ള സകല ജാതികളിലും പരന്നു. അവൻ 3000 സദൃശവാക്യം പറഞ്ഞു. അവന്റെ ഗീതങ്ങൾ 1005 ആയിരുന്നു. ലെബോനോനിലെ ദേവദാരു മുതൽ ചുവരിന്മേൽ മുളയ്ക്കുന്ന ഈസോപ്പ് വരെയുള്ള വൃക്ഷാദികളെക്കുറിച്ചും മൃഗം, പക്ഷി, ഇടജാതി, മത്സ്യം എന്നിവയെക്കുറിച്ചും അവൻ പ്രസ്താവിച്ചു. ശലോമോന്റെ ജ്ഞാനത്തെപ്പറ്റി കേട്ട സകല ഭൂപാലകന്മാരെയും അടുക്കൽ നിന്ന് നാനാജാതിക്കാരായ പലരും
അവൻ്റെ ജ്ഞാനം കേൾപ്പാൻ വന്നു. യിരെമ്യാവിൻ്റെ പുസ്തകം 5-ാം അധ്യായം. ന്യായം പ്രവർത്തിക്കുകയും വിശ്വസ്തത കാണിക്കുകയും ചെയ്യുന്നവനുണ്ടോ? ഒരുത്തിനെ കാണുമോ എന്ന് യെരൂശലേമിൻ്റെ വീഥികളിൽ ചുറ്റി നടന്ന് അന്വേഷിക്കുകയും അതിൻ്റെ വിശാല സ്ഥലങ്ങളിൽ തിരഞ്ഞ് അറിയുകയും ചെയ്യുവിൻ. കണ്ടുവെങ്കിൽ ഞാൻ അതിനോട് ക്ഷമിക്കും. യഹോവയാണ് എന്നു പറഞ്ഞാലും അവർ കപടമായിട്ടത്രേ സത്യം ചെയ്യുന്നത്. യഹോവേ, നിന്റെ കണ്ണ് വിശ്വസ്തതയല്ലോ നോക്കുന്നത്. നീ അവരെ അടിച്ചുവെങ്കിലും അവർ വേദനപ്പെട്ടില്ല. നീ അവരെ ക്ഷയിപ്പിച്ചുവെങ്കിലും അവർക്ക് ബോധം കൈക്കൊള്ളുവാൻ മനസ്സിലായിരുന്നു. അവർ തങ്ങളുടെ മുഖം പാറയേക്കാൾ കടുപ്പമാക്കി. മടങ്ങി വരുവാൻ അവർക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ട് ഇവർ അല്പന്മാർ, ബുദ്ധിഹീനർ തന്നെ. അവർ യഹോവയുടെ വഴിയും തങ്ങളുടെ ദൈവത്തിൻ്റെ ന്യായവും അറിയുന്നില്ല. ഞാൻ മഹാന്മാരുടെ അടുക്കൽ ചെന്ന് അവരോട് സംസാരിക്കും. അവർ യഹോവയുടെ വഴിയും തങ്ങളുടെ ദൈവത്തിൻ്റെ ന്യായവും അറിയും എന്ന് പറഞ്ഞു. എന്നാൽ അവരും ഒരുപോലെ നുകം തകർത്ത് കയറ് പൊട്ടിച്ചു കളഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് കാട്ടിൽ നിന്ന് ഒരു സിംഹം വന്ന് അവരെ കൊല്ലും. മരുപ്രദേശത്തിലെ ചെന്നായി അവരെ പിടിച്ചുകൊണ്ടുപോകും. പുള്ളിപ്പുലി അവരുടെ പട്ടണങ്ങൾക്കെതിരെ പതിയിരിക്കും. അവയിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന എല്ലാവരെയും പറിച്ചു കീറിക്കളയും. അവരുടെ അതിക്രമങ്ങൾ വളരെയല്ലോ, അവരുടെ പിന്മാറ്റങ്ങളും പെരുകിയിരിക്കുന്നു. ഞാൻ നിന്നോട് ക്ഷമിക്കുന്നത് എങ്ങനെ? നിന്റെ മക്കൾ എന്നെ ഉപേക്ഷിച്ചു. ദൈവമല്ലാത്തവയെ ചൊല്ലി സത്യം ചെയ്തു വരുന്നു. ഞാൻ അവരെ പോഷിപ്പിച്ച സമയത്ത് അവർ വ്യഭിചാരം ചെയ്യുകയും വേശ്യാഗ്രഹങ്ങളിൽ കൂട്ടമായി ചൊല്ലുകയും ചെയ്യുന്നു. തീറ്റി തടിപ്പിച്ച കുതിരകളെപ്പോലെ അവർ മതിച്ചു നടന്നു. ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യയെ നോക്കി ചുരാലിക്കുന്നു. ഇവ നിമിത്തം ഞാൻ സന്ദർശിക്കാതെ ഇരിക്കുമോ? ഇങ്ങനെയുള്ള ജാതിയോട് ഞാൻ പകരം ചെയ്യാതിരിക്കുമോ എന്ന് യഹോവയുടെ അരുളപ്പാട്. അതിൻ്റെ മതിലുകളിന്മേൽ കയറി നശിപ്പിപ്പിൻ, എങ്കിലും മുടിച്ചു കളയരുത്. അതിൻ്റെ കൊമ്പുകളെ നീക്കിക്കളവിൻ, അവ യഹോവയ്ക്കുള്ളവയല്ലോ. ഇസ്രായേൽ ഗൃഹവും യഹൂദ ഗൃഹവും എന്നോട് മഹാദ്രോഹം ചെയ്തിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. അവർ യഹോവയെ നിഷേധിച്ച് പറഞ്ഞത്, അത് അവനല്ല, നമുക്ക് ദോഷം വരികയില്ല, നാം വാളോ ക്ഷാമമോ കാണുകയുമില്ല. പ്രവാചകൻ കാറ്റായിത്തീരും, അവർക്ക് അരുളപ്പാടില്ല. അവർക്കങ്ങനെ ഭവിക്കട്ടെ. അതുകൊണ്ട് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ഈ വാക്ക് പറഞ്ഞതുകൊണ്ട് ഇതാ ഞാൻ നിന്റെ വായിൽ എൻ്റെ വചനങ്ങളെ തീയും ഈ ജനത്തെ വിറകുമാക്കും. അവർ അതിന് ഇരയായിത്തീരും. ഇസ്രായേൽ ഗൃഹമേ, ഞാൻ ദൂരത്തുനിന്ന് ഒരു ജാതിയെ നിങ്ങളുടെ നേരെ വരുത്തുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അത് സ്ഥിരതയുള്ള ഒരു ജാതി, പുരാതനമായ ഒരു ജാതി, ഭാഷ നിനക്കറിഞ്ഞുകൂടാത്തതും വാക്ക് നിനക്ക് തിരിയാത്തതുമായ ഒരു ജാതി തന്നെ. അവരുടെ ആവനാഴി തുറന്ന ശവക്കുഴി. അവർ എല്ലാവരും വീരന്മാരത്രേ. നിന്റെ പുത്രന്മാരും പുത്രിമാരും ഭക്ഷിക്കേണ്ടുന്ന നിന്റെ വിളവും നിന്റെ ആഹാരവും അവർ ഭക്ഷിച്ചു കളയും. അവർ നിന്റെ ആടുകളെയും കന്നുകാലികളെയും തിന്നുകളയും. അവർ നിന്റെ മുന്തിരി വള്ളികളെയും അത്തിവൃക്ഷങ്ങളെയും തിന്നുകളയും. നീ ആശ്രയിക്കുന്ന നിന്റെ ഉറപ്പുള്ള പട്ടണങ്ങളെ അവർ വാൾ കൊണ്ട് ശൂന്യമാക്കി കളയും. എന്നാൽ അന്നാളിൽ ഞാൻ നിങ്ങളെ മുടിച്ചു കളയുകയില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. നമ്മുടെ ദൈവമായ യഹോവ ഇവയൊക്കെയും നമ്മോട് ചെയ്യുവാൻ സംഗതി എന്തെന്ന് ചോദിക്കുമ്പോൾ നീ അവരോട്, നിങ്ങൾ എന്നെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ദേശത്ത് അന്യദേവന്മാരെ സേവിച്ചതുപോലെ നിങ്ങൾക്കുള്ളതല്ലാത്ത ദേശത്ത് നിങ്ങൾ അന്യജാതിക്കാരെ സേവിക്കേണ്ടി വരും എന്നുത്തരം പറഞ്ഞു. നിങ്ങൾ യാക്കോബ് ഗ്രഹത്തിൽ പ്രസ്താവിച്ച് യഹൂദിയിൽ പ്രസിദ്ധമാക്കേണ്ടതെന്തെന്നാൽ, കണ്ണുണ്ടായിട്ടും കാണാതെയും ചെവിയുണ്ടായിട്ടും കേൾക്കാതെയും ഇരിക്കുന്ന മൂഢന്മാരും ബുദ്ധിഹീനരുമായവരെ, ജനമേ ഇത് കേൾപ്പിൻ. നിങ്ങൾ എന്നെ ഭയപ്പെടുകയില്ലയോ? എൻ്റെ സന്നിധിയിൽ വിറയ്ക്കയില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ കടലിന് കവിഞ്ഞു കൂടാതെ വണ്ണം നിത്യപ്രമാണമായി മണൽ അതിരാക്കി വെച്ചിരിക്കുന്നു. തിരകൾ അലച്ചാലും സാധിക്കുകയില്ല, എത്ര തന്നെ ഇരച്ചാലും അതിൽ കടക്കയില്ല. ഈ ജനത്തിനോ ശാഠ്യവും മത്സരവും ഉള്ളൊരു ഹൃദയമുണ്ട്. അവർ ഷഡ്ഢിച്ച് പോയി കളഞ്ഞിരിക്കുന്നു. മുൻമഴയും പിന്മഴയും ഇങ്ങനെ നമുക്ക് അതത് സമയത്ത് വേണ്ടുന്ന മഴ തരികയും കൊയ്ത്തിനുള്ള കാലാവധി പാലിച്ചു തരികയും ചെയ്യുന്ന നമ്മുടെ ദൈവമായ യഹോവയെ നാം ഭയപ്പെടുക എന്നവർ ഹൃദയത്തിൽ പറയുന്നതുമില്ല. ഇവ മാറിപ്പോകുവാൻ നിങ്ങളുടെ അകൃത്യങ്ങൾ അത്ര കാരണം. നിങ്ങളുടെ പാപങ്ങളാൽ ഈ നന്മയ്ക്ക് മുടക്കം വന്നിരിക്കുന്നു. എൻ്റെ ജനത്തിൻ്റെ ഇടയിൽ ദുഷ്ടന്മാരെ കാണുന്നു. അവർ വേടന്മാരെ പോലെ പതിയിരിക്കുന്നു. അവർ കുടുക്ക് വെച്ച് മനുഷ്യരെ പിടിക്കുന്നു. കൂട്ടിൽ പക്ഷി നിറഞ്ഞിരിക്കുന്നത് പോലെ അവരുടെ വീട്ടിൽ വഞ്ചന നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ അവർ മഹാന്മാരും ധനവാന്മാരുമായി തീർന്നിരിക്കുന്നു. അവർ പുഷ്ടി വെച്ച് മിന്നുന്നു. ദുഷ്കാര്യങ്ങളിൽ അവർ കവിഞ്ഞിരിക്കുന്നു. അവർ അനാഥന്മാർക്ക് ഗുണം വരത്തക്കവണ്ണം അവരുടെ വ്യവഹാരം നടത്തുന്നില്ല. ദരിദ്രന്മാർക്ക് ന്യായപാലനം ചെയ്യുന്നതുമില്ല. ഇവ നിമിത്തം ഞാൻ സന്ദർശിക്കാതെ ഇരിക്കുമോ? ഇങ്ങനെയുള്ള ജാതിയോട് ഞാൻ പകരം ചെയ്യാതെ ഇരിക്കുമോ എന്ന് യഹോവയുടെ അരുളപ്പാട്.
വിസ്മയവും ഭയങ്കരവുമായുള്ളത് ദേശത്ത് സംഭവിക്കുന്നു. പ്രവാചകന്മാർ വ്യാജമായി പ്രവചിക്കുന്നു, പുരോഹിതന്മാരും അവരോടൊരു കൈയായി നിന്ന് അധികാരം നടത്തുന്നു. എൻ്റെ ജനത്തിനോ അത് ഇഷ്ടമാകുന്നു. എന്നാൽ ഒടുക്കം നിങ്ങൾ എന്തു ചെയ്യും? യിരെമ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായം. ബെന്യാമീൻ മക്കളെ, യെരൂശലേമിന്റെ നടുവിൽ നിന്ന് ഓടിപ്പോകുവിൻ, തെക്കോവയിൽ കാഹളമൂതുവിൻ, ബേത് ഹക്കേരിൽ ഒരു തീക്കുറി ഉയർത്തുവിൻ. വടക്ക് നിന്ന് അനർത്ഥവും മഹാനാശവും കാണായി വരുന്നു. സുന്ദരിയും സുഖഭോഗിനിയുമായ സിയോൻ പുത്രിയെ ഞാൻ മുടിച്ചു കളയും. അവളുടെ അടുക്കൽ ഇടയന്മാർ ആട്ടിൻകൂട്ടങ്ങളോടുകൂടെ വരും. അവർ അവൾക്കെതിരെ ചുറ്റിലും കൂടാരമടിക്കും. അവർ ഓരോരുത്തൻ താന്താന്റെ ഭാഗത്ത് മേയിക്കും. അതിന് നേരെ പടയൊരുക്കുവിൻ. എഴുന്നേൽപ്പിൻ, ഉച്ചയ്ക്ക് തന്നെ നമുക്ക് കയറി ചൊല്ലാം. അയ്യോ കഷ്ടം, നേരം വൈകി, നിഴൽ നീണ്ടുപോയി. എഴുന്നേൽപ്പിൻ, രാത്രിയിൽ നാം കയറി ചെന്ന് അതിലെ അരമനകളെ നശിപ്പിക്കുക. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം കൽപ്പിക്കുന്നു: വൃക്ഷം മുറിപ്പിൻ, യെരൂശലേമിന് നേരെ വാട കോരുവിൻ. സന്ദർശിക്കപ്പെടുവാനുള്ള നഗരം ഇതുതന്നെ. അതിൻ്റെ അകം മുഴുവനും പീഡനം നിറഞ്ഞിരിക്കുന്നു. കിണറ്റിൽ പച്ചവെള്ളം നിറഞ്ഞിരിക്കുന്നത് പോലെ അതിലെപ്പോഴും പുതിയ ദുഷ്ടത സംഭവിക്കുന്നു. സാഹസവും കവർച്ചയുമേ അവിടെ കേൾപ്പാനുള്ളൂ. എൻ്റെ മുമ്പിൽ എപ്പോഴും ദീനവും മുറിവും മാത്രമേ ഉള്ളൂ. യെരൂശലേമേ, എൻ്റെ ഉള്ളം നിന്നെ വിട്ടുപിരിയാതെയും ഞാൻ നിന്നെ ശൂന്യവും നിർജ്ജന പ്രദേശവും ആക്കാതെയും ഇരിക്കേണ്ടതിന് ഉപദേശം കൈക്കൊള്ളുക. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഇസ്രയേലിന്റെ ശേഷിപ്പിനെ മുന്തിരിപ്പഴം പോലെ അരിച്ചു പറിക്കും. മുന്തിരിപ്പഴം പറിക്കുന്നവനെ പോലെ നിന്റെ കൈ വീണ്ടും വള്ളികളിലേക്ക് നീട്ടുക. അവർ കേൾപ്പാൻ തക്കവണ്ണം ഞാൻ ആരോട് സംസാരിച്ച് സാക്ഷീകരിക്കേണ്ടു? അവരുടെ ചെവിക്ക് പരിച്ഛേദന ഇല്ലായകയാൽ ശ്രദ്ധിപ്പാൻ അവർക്ക് കഴിയുകയില്ല. യഹോവയുടെ വചനം അവർക്ക് നിന്നയായിരിക്കുന്നു, അവർക്ക് അതിലിഷ്ടമില്ല. ആകയാൽ ഞാൻ യഹോവയുടെ ക്രോധം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അത് അടക്കി വെച്ച് ഞാൻ തളർന്നുപോയി. ഞാൻ അത് വീഥികളിലെ കുട്ടികളിന്മേലും യൗവനക്കാരുടെ സംഘത്തിന്മേലും ഒരുപോലെ ഒഴിച്ചു കളയും. ഭർത്താവും ഭാര്യയും വൃദ്ധനും വയോധികനും കൂടെ പിടിപെടും. അവരുടെ വീടുകളും നിലങ്ങളും ഭാര്യമാരും എല്ലാ അന്യന്മാർക്കായി പോവും. ഞാൻ എൻ്റെ കൈ ദേശത്തിലെ നിവാസികളുടെ നേരെ നീട്ടും എന്ന് യഹോവയുടെ അരുളപ്പാട്. അവരൊക്കെയും ആബാലവൃദ്ധം ദ്രവ്യാഗ്രഹികളാകുന്നു. പ്രവാചകന്മാരും പുരോഹിതന്മാരും ഒരുപോലെ വ്യാജം പ്രവർത്തിക്കുന്നു. സമാധാനമില്ലാതിരിക്കെ സമാധാനം സമാധാനം എന്ന് അവർ പറഞ്ഞ് എൻ്റെ ജനത്തിൻ്റെ മുറിവിന് ലഘുവായി ചികിത്സിക്കുന്നു. മ്ലേച്ഛത പ്രവർത്തിച്ചതുകൊണ്ട് അവർ ലജ്ജിക്കേണ്ടി വരും. അവർ ലജ്ജിക്കുകയോ നാണം അറിയുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് വീഴുന്നവരുടെ ഇടയിൽ അവർ വീണുപോകും. ഞാൻ അവരെ സന്ദർശിക്കുന്ന കാലത്ത് അവർ ഇടറി വീഴും എന്ന് യഹോവയുടെ അരുളപ്പാട്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കി ചോദിച്ച് അതിൽ നടപ്പിൻ. എന്നാൽ നിങ്ങളുടെ മനസ്സിന് വിശ്രാമം ലഭിക്കും. അവരോ ഞങ്ങൾ അതിൽ നടക്കുകയില്ല എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് കാവൽക്കാരെയാക്കി കാഹളനാദം ശ്രദ്ധിപ്പിൻ എന്ന് കൽപ്പിച്ചു. എന്നാൽ അവർ ഞങ്ങൾ ശ്രദ്ധിക്കുകയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ജാതികളെ കേൾപ്പിൻ, സഭയെ അവരുടെ ഇടയിൽ നടക്കുന്നത് അറിഞ്ഞുകൊള്ളുക. ഭൂമിയെ കേൾക്ക. ഈ ജനം എൻ്റെ വചനങ്ങളെ ശ്രദ്ധിക്കാതെ എൻ്റെ ന്യായപ്രമാണത്തെ നിരസിച്ചു കളഞ്ഞതുകൊണ്ട് ഞാൻ അവരുടെ വിചാരങ്ങളുടെ ഫലമായി അനർത്ഥം അവരുടെ മേൽ വരുത്തും. ശബയിൽ നിന്ന് കുന്തുരുക്കവും ദൂരദേശത്തു നിന്ന് വയമ്പും എനിക്ക് കൊണ്ടുവരുന്നത് എന്തിന്? നിങ്ങളുടെ ഹോമയാഗങ്ങളിൽ എനിക്ക് പ്രസാദമില്ല, നിങ്ങളുടെ ഹനനയാഗങ്ങളിൽ എനിക്കിഷ്ടവുമില്ല. ആകയാൽ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ ഈ ജനത്തിൻ്റെ മുമ്പിൽ ഇടർച്ചകളെ വയ്ക്കും. പിതാക്കന്മാരും പുത്രന്മാരും ഒരുപോലെ അതിന്മേൽ തട്ടി വീഴും. അയൽക്കാരനും കൂട്ടുകാരനും നശിച്ചു പോകും. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഇതാ വടക്കു ദേശത്തു നിന്ന് ഒരു ജാതി വരുന്നു, ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് ഒരു മഹാജാതി ഉണർന്നു വരും. അവർ വില്ലും കുന്തവും എടുത്തിരിക്കുന്നു. അവർ ക്രൂരന്മാർ, കരുണയില്ലാത്തവർ തന്നെ. അവരുടെ ആരവം കടൽ പോലെ ഇരക്കുന്നു. സിയോൻ പുത്രി, അവർ നിന്റെ നേരെ യുദ്ധസന്നദ്ധരായ ഓരോരുത്തരും കുതിരപ്പുറത്ത് കയറി അണിനിരന്ന് നിൽക്കുന്നു. അതിൻ്റെ വർത്തമാനം കേട്ടിട്ട് ഞങ്ങളുടെ ധൈര്യം ക്ഷയിച്ചു. നോവ് കിട്ടിയ സ്ത്രീയെപ്പോലെ മഹാവ്യസനവും അതിവേദനയും ഞങ്ങളെ പിടിച്ചിരിക്കുന്നു. നിങ്ങൾ വയലിലേക്ക് ചെല്ലരുത്, വഴിയിൽ നടക്കുകയും അരുത്. അവിടെ ശത്രുവിൻ്റെ വാളും ചുറ്റും ഭയവുമുണ്ട്. എൻ്റെ ജനത്തിൻ്റെ പുത്രി, രട്ടുടുത്ത് വെണ്ണീറിൽ ഉരുളുക. ഏകജാതനെക്കുറിച്ച് എന്ന പോലെയുള്ള ദുഃഖവും കഠിനമായുള്ള വിലാപവും കഴിച്ചുകൊള്ളുക. സംഹാരകൻ പെട്ടെന്ന് നമ്മുടെ നേരെ വരും. നീ എൻ്റെ ജനത്തിൻ്റെ നടപ്പ് പരീക്ഷിച്ചറിയേണ്ടതിന് ഞാൻ നിന്നെ അവരുടെ ഇടയിൽ ഒരു പരീക്ഷകനും മാറ്റുനോക്കുന്നവനും ആക്കി വെച്ചിരിക്കുന്നു. അവരെല്ലാവരും മഹാമത്സരികൾ, നുണ പറഞ്ഞു നടക്കുന്നവർ, ചെമ്പും ഇരുമ്പും അത്രേ. അവരെല്ലാവരും വഷളത്വം പ്രവർത്തിക്കുന്നു, തുരുത്തി ഊതുന്നു. തീയിൽ നിന്ന് വരുന്നത് ഈയമത്രേ. ഊതിക്കഴിക്കുന്ന പണി വെറുതെ. ദുഷ്ടന്മാർ നീങ്ങിപ്പോകുന്നില്ലല്ലോ. യഹോവ അവരെ ത്യജിച്ചു കളഞ്ഞതുകൊണ്ട് അവർക്ക് കറക്കൻ വെള്ളി എന്ന് പേരാകും.
യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം. നിങ്ങളിൽ ഷണ്ഡയും കലഹവും എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്നല്ലോ. നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല. നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല. നിങ്ങൾ കലഹിക്കുകയും ഷണ്ടയിടുകയും ചെയ്തിട്ടും യാചിക്കായകൊണ്ട് കിട്ടുന്നില്ല. നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചിലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. വ്യഭിചാരിണികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു. അല്ലെങ്കിൽ തിരുവെഴുത്ത് വെറുതെ സംസാരിക്കുന്നുവെന്ന് തോന്നുന്നുവോ? അവൻ നമ്മിൽ വസിക്കുമാറാക്കിയ ആത്മാവ് അസൂയയ്ക്കായി കാംക്ഷിക്കുന്നുവോ? എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു. അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ടോടിപ്പോകും. ദൈവത്തോടടുത്തു ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. പാപികളെ, കൈകളെ വെടിപ്പാക്കുവിൻ. ഇരുമനസ്സുള്ളവരെ, ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിൻ. സങ്കടപ്പെട്ട് ദുഃഖിച്ചു കരവിൻ. നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ. കർത്താവിന്റെ സന്നദ്ധിയിൽ താഴുവിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. സഹോദരന്മാരെ, അന്യോന്യം ദുഷിക്കരുത്. തന്റെ സഹോദരനെ ദുഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ ന്യായപ്രമാണത്തെ ദുഷിക്കുകയും ന്യായപ്രമാണത്തെ വിധിക്കുകയും ചെയ്യുന്നു. ന്യായപ്രമാണത്തെ വിധിക്കുന്നു എങ്കിൽ നീ ന്യായപ്രമാണത്തെ അനുഷ്ഠിക്കുന്നവനല്ല, വിധിക്കുന്നവനത്രേ. ന്യായപ്രമാണ കർത്താവും ന്യായാധിപതിയും ഒരുവനെയുള്ളൂ, രക്ഷിപ്പാനും നശിപ്പിപ്പാനും ശക്തനായവൻ തന്നെ. കൂട്ടുകാരനെ വിധിപ്പാൻ നീ ആർ? ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കും എന്ന് പറയുന്നവരെ കേൾപ്പിൻ. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നത് ചെയ്യും എന്നല്ലയോ പറയേണ്ടത്? നിങ്ങളോ വമ്പു പറഞ്ഞ് പ്രശംസിക്കുന്നു. ഈ വക പ്രശംസയെല്ലാം ദോഷമാകുന്നു. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെ.